ഇസ്രയേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. പോർച്ചുഗീസ് പതാകയുള്ള MSC ഏരീസ് എന്ന ചരക്ക് കപ്പലാണ് പിടികൂടിയത്. സഹായത്തിനായി അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചു. കപ്പലിൽ 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ 25 പേരുണ്ടെന്നാണ് വിവരം. രാംകുമാർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാംകുമാർ, യുദ്ധ മുന്നറിയിപ്പുണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കടലിലെ ഈ നീക്കം. ഇതിനെ എങ്ങനെ വിലയിരുത്താം? ഒപ്പം ഈ കപ്പൽ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടോ? ഗോകുൽ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ കപ്പൽ ഇറാൻ സേന പിടിച്ചെടുത്ത വിവരം MSC സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു ഇറ്റാലിയൻ ബേസ്ഡ് കമ്പനിയാണ് ഈ MSC അഥവാ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം. അവരുടെ ഏരിസ് എന്ന് പറയുന്ന MSC ഏരിസ് എന്ന് പറയുന്ന കപ്പലാണ് ഇന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ നാവിക വിഭാഗം പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കപ്പലിൽ 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ 25 ജീവനക്കാർ ഉണ്ട് എന്നാണ് MSC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. ഇതിൽ 2 പേർ പാകിസ്ഥാൻ പൗരരാണ്. റഷ്യ, എസ്റ്റോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകളുണ്ട്. ഫിലിപ്പീൻസിൽ നിന്നുള്ള 4 പേരുമുണ്ട്. ഇതിൽ സ്ഥിരീകരിക്കാത്ത ഒരു വിവരം, ഈ 17 ഇന്ത്യക്കാരിൽ 2 പേർ മലയാളികളാണ് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എങ്കിൽ പോലും കോഴിക്കോട്, പാലക്കാട് സ്വദേശികളായ 2 പേർ കൂടി ഈ 17 ഇന്ത്യക്കാരിൽ ഉണ്ട് എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. ഇനി കപ്പൽ പിടിച്ചെടുത്തതിലേക്ക് വരികയാണെങ്കിൽ, ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് ഈ കപ്പൽ പിടിച്ചെടുത്തത്. ഇത് UAE-യിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്നു. ഈ സമയത്താണ് റവല്യൂഷണറി ഗാർഡിൻ്റെ സംഘം ഹെലികോപ്റ്ററിൽ എത്തുകയും ഈ കപ്പലിലേക്ക് ഇറങ്ങി അത് പിടിച്ചെടുക്കുകയും ചെയ്ത് ഇതിപ്പോൾ ഇറാന്റെ സമുദ്രാതിർത്തിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ കപ്പൽ. ഇത് തിരിച്ചെടുക്കാനായിട്ട് സാധ്യമായ എല്ലാ ഈ ജീവനക്കാരുടെ സൗഖ്യം ഉറപ്പാക്കുവാനും അതുപോലെ കപ്പൽ തിരിച്ചു പിടിക്കാനുമായിട്ട് സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നാണ് MSC ഇപ്പോൾ പറയുന്നത്. അതേസമയം ഇസ്രായേൽ ഇതിനോട് അതിരൂക്ഷമായാണ് പ്രതികരിക്കുന്നത്. ഇസ്രായേലിന് ഈ കപ്പലുമായി നേരിട്ടുള്ള ഒരു ബന്ധമില്ല. അതേസമയം ഇസ്രായേൽ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിൻ്റെ ഉടമസ്ഥതയിലുള്ള സോഡിയാക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ കപ്പൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇത് മാത്രമാണ് ഇസ്രായേലിന് ഈ കപ്പലുമായിട്ടുള്ള ഒരു ബന്ധം. അതേസമയം ഇസ്രായേൽ പ്രതികരിക്കുന്നത്, ഈ കപ്പൽ പിടിച്ചെടുത്ത ഒരു നടപടി, അയത്തുള്ള ഖൊമേനിയുടെ ഭരണകൂടം ചെയ്ത ഈ ഒരു നടപടി കടൽ കൊള്ളക്കാരുടേതിന് സമാനമായി അവർ പെരുമാറുന്നു എന്ന രൂക്ഷമായ പ്രതികരണമാണ് അവർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഈ കാര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണം എന്ന ഒരു ആവശ്യമാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇറാൻ ഈ തരത്തിൽ ഒരു പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും എന്ന ഒരു മുന്നറിയിപ്പും ഇസ്രായേൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ, ഈ കപ്പൽ, ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ കപ്പൽ പിടിച്ചെടുക്കുന്ന നടപടികളും മറ്റും സാധാരണയായി നടക്കാറുള്ളതാണെങ്കിൽ പോലും ഇപ്പോൾ ഇതിനൊരു പ്രത്യേകമായ പ്രാധാന്യം കൈവരാൻ കാരണം ഏതാനും ദിവസങ്ങളായി അവിടെ നിലനിൽക്കുന്ന ഒരു സംഘർഷാവസ്ഥ തന്നെയാണ്. 2 ആഴ്ച മുൻപാണ് സിറിയയിലെ ദമാസ്കസിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാന്റെ എംബസിക്ക് നേരെ ഒരു വ്യോമാക്രമണം ഉണ്ടാവുകയും അവിടെ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ അവിടെ ഈ കപ്പൽ പിടിച്ചെടുത്ത ഒരു നടപടിയെ ലോകം ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ തന്നെ പറഞ്ഞത്, ഇറാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇതിനായി ഒരുങ്ങിയിരിക്കുകയാണ്, പ്രതിരോധത്തിനും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ തിരിച്ചടിക്കാനും ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കപ്പൽ പിടിച്ചെടുക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഗോകുൽ, രാംകുമാർ, പൊതുവെ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൗരന്മാർക്ക്, ഇസ്രായേലിലുള്ള അവരുടെ പൗരന്മാർക്ക് അമേരിക്കയും ഒക്കെ ജാഗ്രതാ നിർദ്ദേശം, മുന്നറിയിപ്പും ഒക്കെ നൽകിയിട്ടുണ്ട്. ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്കൊക്കെ ഇറാൻ ഈ ഘട്ടത്തിൽ പോകുമെന്ന് കരുതാനാവുമോ? ഗോകുൽ, ഇപ്പോൾ അവിടെ ഒരു പ്രവചനാതീതമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ തിരിച്ചടിക്കും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അവർ അത്തരത്തിലുള്ള നേരിട്ടുള്ള നീക്കങ്ങളൊന്നും ഇതുവരെ നടത്തിയിരുന്നില്ല. ഈ കപ്പൽ പിടിച്ചെടുക്കുന്നത് വരെ നേരിട്ടുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇറാൻ നടത്തിയിരുന്നില്ല. എന്നാൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ചില സായുധ സംഘടനകൾ, ഇപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകൾ ഇസ്രായേലിന് നേരെ നിരന്തരമായി റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നത് പതിവാണ്. ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഒരു യുദ്ധ സാഹചര്യം എന്നതിനേക്കാൾ ഉപരി ഒരു സംഘർഷ ഭീതി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ ഈ അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് വന്നതോട് കൂടിയിട്ടാണ് അവിടെ ഈ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ, ഫ്രാൻസ്
ഫ്രാൻസ് തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഈ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലേക്ക് അവരുടെ പൗരന്മാർ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില വിമാന കമ്പനികൾ ഈ ഒരു മേഖലയിലൂടെയുള്ള സർവീസുകൾ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ, ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷം, അതിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടികൾ, ഒരു പ്രത്യക്ഷ യുദ്ധം ഉണ്ടായേക്കാം, ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായേക്കാമെന്ന അമേരിക്കൻ മുന്നറിയിപ്പ് കൂടി നിൽക്കുമ്പോഴാണ് ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നീങ്ങിയത്. ഏതായാലും അത് ആശങ്കയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്. കപ്പൽ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇറ്റാലിയൻ കമ്പനി, ഈ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി അറിയിക്കുന്നത്. ഇന്ത്യക്കാരായ ജീവനക്കാരും നാവികരും ഈ കപ്പലിലുണ്ട് എന്നതാണ് വിവരം. എസ് രാംകുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.